പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓഫീസ് MLA ഓഫീസ് തുറന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുന്നത് ഗോകുൽ കെ വേണുഗോപാലാണ്. പാലക്കാട്ട് നിന്ന് ഗോകുൽ, പറയൂ. ദിലീപ് കുമാർ, രാഹുൽ മാങ്കൂട്ടം MLAയുടെ ഓഫീസ് കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും തന്നെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വരികയും രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു. അതായത് ഇന്നേക്ക് 10 ദിവസം മുമ്പായിരുന്നു. ആദ്യ ദിവസം മാത്രമായിരുന്നു ഈ ഓഫീസ് അടഞ്ഞു കിടന്നിരുന്നത്. പിന്നീട് മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കിയതിനു ശേഷം ഓഫീസ് സ്റ്റാഫുകളൊക്കെ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ പതിവ് പോലെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ബാഹുല്യം കൂടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ 10 ദിവസവും അത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണത്തിൽ വളരെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നു. 15-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്ന് പറയുന്നു. ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു ഉത്തരവ് വന്നതിന് ശേഷം 3-4 ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ സ്റ്റാഫായിട്ടുള്ള പേഴ്സണൽ PA ആയിട്ടുള്ള സുജിത്ത്, അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുകയാണ്. ഇപ്പോൾ ഒരു വിധി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. 15-ാം തീയതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുകയാണ്. എന്താ തോന്നുന്നത് ഈ ഘട്ടത്തിൽ? ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം മാത്രമാണത്. പിന്നെ 15-ാം തീയതിയാണ് കോടതി ജാമ്യാപേക്ഷ കാര്യങ്ങൾ പരിഗണിക്കുന്നുള്ളത്. വാർത്തകളിൽ കണ്ട അറിവിൻ്റെ പുറത്താണ് എൻ്റെ ഈ അഭിപ്രായം. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ MLA ഉണ്ടാകുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ MLAയുടെ ഒരു ഡയറക്ഷൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 ദിവസമായിട്ട് അത് ലഭിക്കുന്നില്ല. മുൻപ് ഉള്ളതുപോലെ തന്നെ ഓഫീസ് വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? ഇപ്പോൾ സാധാരണ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് നമുക്ക് കത്തുകൾ നൽകുന്നതിനെല്ലാം പരിമിതികളുണ്ട്. ആളുകൾ വന്നാലും ഇടപെടുന്നതിനും പരിമിതികളുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് MLA ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളിൽ സാധാരണഗതിയിൽ തന്നെ പോകാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, ഈ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. അതിനുശേഷം MLAയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, MLA 27-ാം തീയതിക്ക് ശേഷം ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ആരെയും കോൺടാക്ട് ചെയ്തിട്ടില്ല. എപ്പോഴാണ് വരിക എന്നുള്ളതിനെ പറ്റിയൊരു സൂചനയൊന്നും ലഭിച്ചിട്ടില്ല ഇതുവരെ? വ്യക്തമായിട്ടുള്ളൊരു അറിവില്ല. ദിലീപ് കുമാർ, അതുതന്നെയാണ് 27-ാം തീയതിക്ക് ശേഷം MLA നിന്ന് രാഹുൽ മാങ്കൂട്ടം MLA നിന്നൊരു ഡയറക്ഷൻസ് ഒന്നും ഇങ്ങോട്ടേക്ക് ലഭിച്ചിട്ടില്ല. ഓഫീസിന്റെ പ്രവർത്തനം പക്ഷേ നടക്കുന്നുണ്ട്. ഈ പെരുമാറ്റച്ചട്ടം ഒക്കെ ഉള്ളതിനാൽ തന്നെ അത്തരത്തിലുള്ള ഒരു മുമ്പുണ്ടായതുപോലെ ഒരു പ്രവർത്തനം കൂടെ നടക്കേണ്ടതില്ല. അതിനാൽ തന്നെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഓഫീസും പരിസരവും ഒക്കെ കാണുകയാണെങ്കിൽ 3-4 ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. 10 ദിവസമായി രാഹുൽ മാങ്കൂട്ടം MLA ഒളിവിൽ കഴിയുന്നു. PAക്ക് പോലും അദ്ദേഹം എവിടെയാണ് എന്ന് പറയാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇനി അദ്ദേഹം മറ്റൊരു കേസ് കൂടി അദ്ദേഹത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ, ക്രൈംബ്രാഞ്ച് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ ആദ്യ കേസിൽ ഈ കോടതി അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമതൊരു കേസ് കൂടി നിലനിൽക്കുന്നതിനാൽ അത്തരത്തിലൊരു പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമല്ല. അത് ഓഫീസിലുള്ള ആളുകൾക്കും ലഭ്യമല്ല. ദിലീപ് കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഈ മാസം 15 വരെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. അതിനു പിന്നാലെ ഇപ്പോൾ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസ് തുറന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.